സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ നാളായില്ലേ കണ്ടിട്ട്, എന്തോ പോലെ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ നോക്കാനായിട്ട് വന്ന കുറച്ച് കപ്പിൾ റീൽസ് ആണ്. കപ്പിൾ റീൽസ് എന്ന് വെച്ചാൽ കപ്പിൾസിന് വേണ്ടി മാത്രമുള്ള റീൽസ്. പിന്നെ നമ്മളൊന്നും അറിയത്തില്ല, കാരണം വെച്ചാൽ ലൈൻ പോലും ഇല്ലാത്ത നമ്മളൊക്കെ എങ്ങനെ അടുത്ത് കയറാനാ, എന്തോ ചെയ്യാനാ, നാണക്കേടാ ചുമ്മാ. ഇപ്പം എന്തായാലും കുഴപ്പമില്ല, എല്ലാം റെഡി ആവട്ടെ എന്ന് വിചാരിക്കും. നമുക്ക് എന്തായാലും വീഡിയോയിലിട്ട് പോകാം. ഇത് മറ്റേ ഇടയ്ക്ക് റീൽസിലൊക്കെ വന്ന കപ്പിൾസ് അല്ലയോ? എന്റെ ദൈവമേ, എനിക്ക് വിശക്കുന്നു. നീ ഇപ്പഴല്ലേ ബിരിയാണി കഴിച്ചുള്ളൂ. ശരി, കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ വിശക്കുന്ന ഒരു ജീവിയെ ഞാൻ ആദ്യമായിട്ട് കാണും. എന്തുവാണോ ഇതിന്റെയൊക്കെ കുഴപ്പം? കേറിയോ? പോയി കഴിയുവാണെങ്കിൽ അവന്റെ കയ്യിലിരിക്കുന്ന കാശ് മൊത്തം അവർക്ക് ബിരിയാണിക്ക് വേണ്ടി മാത്രമേ കാണത്തുള്ളൂ. എന്തുവാണേലും അവന്റെ ലൈനിന് വേണ്ടിയല്ലേ, അവനിരുന്ന് ചെയ്യട്ടെ. അതിന് നമുക്കെന്താ? എനിക്കതല്ല, ആ സ്കൂട്ടറിന്റെ അവസ്ഥ എന്തുമായിരിക്കും? പിന്നെ അണ്ണാ, അതൊരു സ്കൂട്ടർ അല്ല, അത് JCB ഒന്നും അല്ല. കൊച്ചു ചെറുക്കനും ഒരു ലൈനോ, എന്റെ ദൈവമേ. ഒന്ന് ആലോചിച്ച് നോക്കി, ഇവനെ കണ്ട ഒരു 12 വയസ്സ് പറയൂ, അല്ല പോട്ടെ 10 വയസ്സ് പറയൂ. പിന്നെ ഈ പിള്ളേരൊക്കെ ഇപ്പോഴേ ഇങ്ങനെ ഇവിടെ 15-16 വയസ്സായി, ഒരു ലൈൻ പോലും ഇല്ല. നമ്മൾ പിന്നെ സിഗ്നായിപ്പോയ ഒരു വ്യക്തി, അതുകൊണ്ട് പിന്നെ ഒരു കുഴപ്പമില്ല. നമ്മൾ പെണ്ണില്ലേ, നമുക്കൊരു കുഴപ്പമില്ല. പെണ്ണില്ലേ എന്താ ജീവിക്കാൻ പറ്റത്തില്ല. ഇനി വല്ല പുതിയ വല്ല കോമാളിത്തരം വല്ല ആണ്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ റീൽസിലൊക്കെ ഞാൻ കാണാറുണ്ട് ഇങ്ങനെ വീഡിയോ. വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞേ ഇങ്ങോട്ട് തിരിഞ്ഞേ മണ്ടക്കോട്ട് അടിയിലോട്ട് പിന്നെ അതുകൊണ്ടാന്ന് ഞാൻ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, അറിയാമായിരിക്കുമല്ലോ. എപ്പോഴും 90s തന്നെ കിടക്കുവാന്ന് തോന്നുന്നു. 2024 വല്ല അറിഞ്ഞോ? ഏതാണ്ട് ഒഴിഞ്ഞു കിടന്ന റൂമിൽ അങ്ങാണ്ട് വെച്ചെടുത്ത വീഡിയോ അങ്ങാണ്ട. ദൈവമേ, നന്നായി. അങ്ങോട്ട് ആരെങ്കിലും വന്നാൽ പിന്നെ അവൻ തല തല്ലിച്ചാവും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ. ഇവൻ എവിടെയാണോ ഇരിക്കുന്നത്? വല്ല കുറ്റിക്കാട്ടി വല്ലതും കയറി ഇരിക്കുവാണോ? മുഖത്ത് എന്തുവാന്നാ തേച്ചത്? DDT ആണോ അതോ വല്ല പൗഡർ വല്ലതും ആണോ? ആർക്കറിയാം. വനത്തിലെ മൃഗങ്ങളെല്ലാം ഇങ്ങനെ ഈ കോമാളിത്തരം കണ്ട് മസനഗുടി വഴി ഊട്ടിയിലിട്ട് വിട്ടെന്നാണ് കേട്ടത്. എന്റെ നിപ്പ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു നാളെ ഇവന് വലിയ എക്സാം വല്ലതും ഉണ്ടെന്ന്. ഇത് പിന്നെ വെഡിങ് ഡേ ഒന്നും അല്ലടി, ചിൽഡ്രൻസ് ഡേ. Age 16 സുന്ദരന്മാരായ ചെറുക്കന്മാരെ തേടുന്നു, റൊമാൻസ് നിറഞ്ഞവർക്ക് മുൻഗണന. എന്തോ ചെയ്യാനാന്ന് പറയാം, എനിക്കും 16 വയസ്സായി പോയി. ഹലോ മൈ ഗേസ്, നമുക്കിപ്പോ ശശാം പ്രോ ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട്. പ്രോയോ? എന്തുവാ ശശാം പ്രോ? എന്താ നോക്കാം. ഗേസ് ഐഫോണാ, ഗേസ് ഐഫോൺ. നമുക്കിത് പൊട്ടിക്കാം. അത് ശരിക്കും ഐഫോൺ കൊടുത്തതാണോ? എനിക്ക് അറിയത്തില്ല, ഒന്ന് പറയണേ. ആരെങ്കിലും അറിയുന്നവരുണ്ടെന്ന് പറയണേ. ശരിക്കും ഇനി ഐഫോൺ പിന്നെ കൊടുത്തതാണോ? ഇടയ്ക്ക് റീൽസിൽ കണ്ടു, അപ്പൊ സേവ് ചെയ്ത് കിട്ടതാ. എന്റെ സിഗ്മയെ തട്ടിത്തെറിപ്പിക്കും. കണ്ടില്ല ഇൻസ്റ്റഗ്രാമിലൊക്കെ നടക്കുന്ന ട്രാൻസിഷൻ റീൽസ് എന്ന് വെച്ചാൽ ഇതൊക്കെയാണ്. കൊച്ചിന്റെ വീട് ഇവിടെ അടുത്ത് വല്ല ആയിരുന്നേ കൊള്ളായിരുന്നു. ചോടാ, ഇതാരാ? ചിക്മയല്ലയോ? ചിക്മ. നമുക്കിതൊക്കെ കണ്ട് ഒറ്റക്കാര്യം നമുക്ക് ചെയ്യാം. കണ്ണ് കൊത്തി ഇങ്ങനെ ഇടുന്നതാണ്, അത്രേ ഉള്ളൂ. അത് കൂടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ സിഗ്മയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇവനെ കുറിച്ച് ഞാൻ വേറെ വീഡിയോ എന്തായാലും ചെയ്യുന്നുണ്ട്. അത് താമസിക്കാൻ എന്തായാലും വരുന്നതായിരിക്കും. ഇവനെ കുറിച്ചൊരു കിടുക്കാൻ വീഡിയോ വരുന്നുണ്ട്. ഇതൊന്നും കണ്ട എന്റെ മനസ്സ് ചഞ്ചലപ്പെടാൻ പോകുന്നില്ല. ഇത് കണ്ടാലേ തലകറക്കം വരും, അതുകൊണ്ട് എനിക്ക് ഇനി കാണാൻ വയ്യ. എനിക്ക്
ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്ത് വെക്കും. പിന്നെ ഇത്ര നാളെ വീഡിയോ ഇടാത്തതിന് കാരണം എന്ന് വെച്ചാൽ പഠിത്തം, എക്സാം, അത് ഇത് എല്ലാം ബിസി ആയിരുന്നു, അങ്ങനെയൊക്കെ പോകുമായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളൊക്കെ നമ്മൾ എന്തായാലും വീഡിയോ ഒക്കെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം, ബെല്ലിൽ ഞെക്കി വെച്ചേക്കണം. എന്നാലും ഞാൻ ഇടുന്ന നോട്ടിഫിക്കേഷൻ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. മനസ്സിലായല്ലോ? നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാവേ.